ഈശോമിശിഹായിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് 76-ാമത്തെ സങ്കീർത്തനം, ജേതാവായിട്ടുള്ള ദൈവം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നാമം മഹനീയമാണ് എന്നുള്ള സങ്കീർത്തനമാണ്. 12 തിരുവചനങ്ങൾ. ഈ 76-ാമത്തെ സങ്കീർത്തനം ഒരു സ്തുതിഗീതം എന്ന് കരുതാനായിട്ട് പറ്റും. ഒരു പുതുവത്സരത്തിൻ്റെ അനുഷ്ഠാനങ്ങളോട് അതിനോടനുബന്ധിച്ച് ഉള്ളതാണോ എന്ന് നമുക്ക് തോന്നിയേക്കാം. കാരണം ദൈവം പ്രതാപവാനാണെന്ന് ജനങ്ങൾ വിളിച്ചു പറയുന്ന ഒരു സമാധാന നഗരമാണ് ജെറുസലേം. ദൈവം വസിക്കുന്ന നഗരം കൂടിയാണ് ജെറുസലേം. കാവ്യാത്മകമായിട്ട് വലിയ സവിശേഷത, രചനാ സവിശേഷതയുള്ള ഒരു സങ്കീർത്തനമാണ് ഇത്. ആരാധനാഘോഷത്തിൻ്റെ ഒരു പ്രദക്ഷിണമായിട്ട് നമുക്ക് തോന്നും ഈ സങ്കീർത്തനം. ദൈവത്തിൻ്റെ ശക്തി എല്ലാ തിന്മയ്ക്കെതിരെ വിജയം വരിക്കുന്നു എന്ന് നമുക്ക് ഈ സങ്കീർത്തനത്തിൽ മനസ്സിലാവാൻ പറ്റും. ദൈവത്തോടുള്ള വിശ്വസ്തത പുലർത്തുന്നവരെ അവിടുന്ന് പ്രിയങ്കരായിട്ടാണ് കരുതുന്നത്. ദൈവത്തിൻ്റെ രക്ഷാപ്രവർത്തനങ്ങൾ ദൈവത്തിൻ്റെ ഭക്തനിൽ നിരന്തരം അനുഗ്രഹങ്ങൾ നൽകുന്നു. ദൈവഭക്തൻ ചെയ്യേണ്ടുന്നത് നിരന്തരം ദൈവത്തിൻ്റെ രക്ഷാകര പ്രവർത്തനത്തെ അനുസ്മരിക്കണം. അത് ഹൃദയത്തിൽ ഏറ്റുപറയണം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ വിശ്വസ്തതയ്ക്കും വെളിപാടുകൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ ബലിപീഠത്തിൽ നിന്നും ഞങ്ങൾക്ക് നീതിയും സമാധാനവും ഞങ്ങൾക്ക് ലഭിക്കണമേ. ഇന്നത്തെ ദിവസം കർത്താവിൻ്റെ സന്നിധിയിൽ അവിടുന്ന് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് നന്ദി പറയാം. ദൈവം സമർത്ഥമായിട്ട് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഡിജിറ്റൽ യുഗത്തിലെ സുവിശേഷ പ്രഘോഷണത്തിനും വചന പഠനത്തിനുമായി വചനവയൽ ഒരുക്കുന്ന ആപ്പ് ബിബ്ലിയ. www.biblia.in എന്ന സൈറ്റിലും പ്ലേ സ്റ്റോറിലും ബിബ്ലിയ ആപ്പ് ലഭിക്കുന്നതാണ്. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ഇംഗ്ലീഷിലും മലയാളത്തിലും ഒരു വർഷം കൊണ്ട് ബൈബിൾ മുഴുവനും വായിക്കുവാൻ സഹായിക്കുന്ന ബൈബിൾ നഴ്സറി, സഭയെ അടുത്തറിയുവാനുള്ള സഭാ കളരി, വിഷയാധിഷ്ഠിതമായി വീഡിയോകൾ ലഭിക്കുവാനും അപ്ലോഡ് ചെയ്യുവാനും സഹായിക്കുന്ന വീഡിയോ ഹബ് വീഡിയോ ബുക്ക്, 3 ലക്ഷത്തിൽ പരം ചോദ്യോത്തരങ്ങളുടെ ശേഖരമുള്ള 250-ൽ പരം ഈ ബുക്കുകളുടെ പുസ്തകശാല, ഒരേ സമയം 100 കണക്കിന് ക്വിസ് മത്സരങ്ങൾ സംഘടിപ്പിക്കുവാൻ സഹായിക്കുന്ന ക്വിസ് പ്ലാറ്റ്ഫോം ദബാർ. ഈ നവമാധ്യമ അപ്പസ്തോലേറ്റിൽ പങ്കുചേരാൻ ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ബിബ്ലിയ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.